സാറ്, തിരക്കഥ മോശമായതുകൊണ്ടോ ആസൂത്രണം പിഴച്ചതുകൊണ്ടോ സംവിധാനം പാളിപ്പോയതുകൊണ്ടോ CPM-ൻ്റെ കഴുത്തുളുക്കൽ നാടകം ചീറ്റിപ്പോയി. നമ്മൾ ഈ നാടകമേ ഉലകം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി എത്ര നാടകങ്ങൾ കാണേണ്ടിയിരിക്കുന്നു? തിരഞ്ഞെടുപ്പിന് മുമ്പ് CPM അണിയറയിൽ എത്ര നാടകങ്ങൾക്കുള്ള തിരക്കഥ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ CPM നടത്തുന്നത്? നാടകമേ ഇടതുപക്ഷം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടോ? നാടകമേ ഉലകം മാറ്റിയിട്ട്, കാരണം മുഴുവൻ നാടകമാക്കിക്കൊണ്ട് ജനങ്ങളെ ഒരു ഭ്രമാത്മകതയുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയി കൺഫ്യൂഷന്റെ ഒരു ആശയക്കുഴപ്പത്തിന്റെ പരിധിയിൽ നിർത്തി ആരായാലും കണക്ക എന്നോ അല്ലെങ്കിൽ തമ്മിൽ ഭേദം ഇവരല്ലേ എന്നോ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്നാണ് ഇടതുപക്ഷം വിചാരിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. അല്ലാതെ മണ്ടത്തരമായിട്ട് ഇങ്ങനെ തീരെ കാണിക്കില്ലല്ലോ, വളരെ റിസർച്ച് ചെയ്ത് കാണിക്കുന്ന പരിപാടികളാണ്. വലിയ ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പം ഈ ഗവേഷണങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത് എവിടെയെന്നറിയാമോ? സത്യത്തിന്റെ കണിക ഇല്ലാതെ ഒരു സാധനം കെട്ടിപ്പൊക്കിയ വലിയ പ്രശ്നമാണ്. ഞാൻ ഈ വക്കീൽ പണി തുടങ്ങിയ സമയത്ത് എൻ്റെ സീനിയേഴ്സ് പറയും, വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാനൊരു കേസ് ഇങ്ങനെ കുറിച്ച് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വേണു പോലെ ഒരു കാര്യം ഞാൻ പറയാം, 100% കള്ളത്തിൽ ഒരു കേസ് കെട്ടിക്കൊടുക്കരുത്. നമ്മൾ കള്ളമൊക്കെ കുറച്ചൊക്കെ പറയും, പക്ഷേ അതിൻ്റെ ബേസ് ഒരു സത്യത്തിലായിരിക്കണം. അത് പ്രതിഫലിപ്പിക്കാൻ ചിലപ്പോൾ എതിർ കക്ഷി കള്ളം പറയുമ്പോൾ ചിലപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ഒരു കള്ളമൊക്കെ നമുക്ക് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരാമെന്നല്ലാതെ 100% കള്ളത്തിൽ ഒരു കേസ് കൊണ്ടുവന്നാൽ നിൽക്കില്ല. പ്രൊവൈഡഡ് ജഡ്ജ് നീതിമാനാണെങ്കിൽ. ഇപ്പൊ പലരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചില പ്രഗത്ഭരൊക്കെ ചില വൻ കേസുകൾ കള്ളത്തിൽ പൊക്കി കൊണ്ടുവന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ജഡ്ജ് ക്ലിയർ അല്ലായിരുന്നു എന്നുള്ളതാണ്. ജഡ്ജ് ക്ലിയർ, അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കണ്ണടക്കേണ്ട പോലെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരുപാട് വിധികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ജുഡീഷ്യൽ എങ്ങനെയൊക്കെ സംഭവിക്കാം, എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. 100% ഒന്നും പെർഫെക്റ്റ് അല്ല എന്നാണ് വേദവ്യാസം തന്നെ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിലും അപാകതകൾ കാണും, അപാകതകൾ ഉള്ളതാണ് ഈ ലോകം, അത് സാധാരണമാണ്. പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പോക്കിൽ ഞാൻ കണ്ടത്, അവർക്ക് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പിന്നെ ക്ലിയറായിട്ട് ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ തന്നെ വിജയിക്കാവുന്ന സാഹചര്യങ്ങൾ ഇരിക്കവേ ചില ഈ അങ്ങ് പറഞ്ഞ പോലെ പൊറാട്ട് നാടകം അതിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ഈ പൊളിറ്റിക്സിൽ വേറൊരു സാധനം ഉണ്ടല്ലേ, ഡൈവേർട്ടിങ് അറ്റൻഷൻ. ജനശ്രദ്ധ പെട്ടെന്ന് തിരിച്ചുവിടുക എന്നുള്ളത്. അത് ചില കാര്യങ്ങൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും, തിരിച്ചടിക്കും. വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ കേരള സന്ദേശ യാത്ര വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ സന്ദേശം പലരിലും എത്തുന്നു എന്ന് തോന്നിക്കുന്ന വിധമാണ് യാത്രയുടെ പോക്ക്. അപ്പം അതിലൊരു പക്ഷേ ഇടതുപക്ഷം നടത്തിയ പല ജാഥകളും പാളിപ്പോയി, ശുഷ്കമായും നിർജീവമായും ഒഴിഞ്ഞ കസേരകളും ഒക്കെ ആയിട്ട് വളരെ നിർജീവമായി പോയി. അത് നമ്മുടെ കേരള സദസ്സ് പോലെയോ അതെന്തൊക്കെ പോലെ വളരെ നമ്മുടെ അയ്യപ്പ സംഗമം പോലെ ചീറ്റിപ്പോയ ആഗോള അയ്യപ്പ സംഗമം, ചെറിയ അയ്യപ്പ സംഗമല്ല, ആഗോള ലോകവ്യാപകമായുള്ളവരെ വരുത്തി 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് പോലും അവിടെ ചീറ്റിപ്പോയി. ഇതുപോലെ ചിലത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്താണോ അതിൻ്റെ അടിത്തറ ശരിയല്ലാത്തതുകൊണ്ടാണ്. അടിത്തറ ഒരു സത്യത്തിൽ ഊന്നിയാണെങ്കിൽ ബാക്കി നമ്മൾ ചിലപ്പോൾ ചെറിയ ഗിമിക്കുകൾ പറഞ്ഞതുപോലെ അടിത്തറയിൽ സത്യത്തിന്റെ ഒരു കണികയെങ്കിലും വേണം. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, നമ്മുടെ ആരുടെ നിയമമല്ല. ഇതൊക്കെ ഈ ഷെർലക് ഹോംസിന്റെ കഥകൾ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എവിടെയും 100% കള്ളത്തിലൊരു സാധനം പോവില്ല. അതുപോലെ കള്ളം കാണിക്കുന്നവന്റെ ഒരു തെളിവ് അവിടെ ഇട്ടിരിക്കും. ഏത് ക്രൈമിലും ഒരു തെളിവ് അവശേഷിക്കുമെന്നാണ് തിയറി. അത് സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയും. കേരളത്തിലെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഷൂഡാണ്. കാരണം അവരുടെ മുമ്പിൽ ഒരുപാട് കള്ളങ്ങൾ അവർ കണ്ടു പഴക്കവും വന്ന വോട്ടർമാരാണ്. CPM-ന്റെ കള്ളത്തരം, BJP-യുടെ കള്ളത്തരം, കോൺഗ്രസിന്റെ കള്ളത്തരം, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ അവർ ഉടൻ പിടിക്കും. ആര് കള്ളത്തരം കാണിച്ചാലും അവർക്ക് പെട്ടെന്ന് അറിയാം. പിന്നെ ചിലതവരെ കണ്ണു വിളിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ
അതിൽ ചെറിയൊരു കഥയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ല, ഒരു പക്ഷേ ഇതിനേക്കാൾ കൊടികെട്ടിയ ഒരാളായിരിക്കും അപ്പുറത്തെ സൈഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്നായിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പോ ഈ ജാഥ വി.ഡി. സതീശൻ വളരെ ഗംഭീരമായി അത് കേരള സമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനും ഒന്ന് താഴ്ത്തിക്കെട്ടാനും പിന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത പ്രവൃത്തികൾ ഓരോന്നായിട്ട് അതിന്റെ പുറത്തു വരുമ്പോൾ അത് വളരെ അമമണ്ടാക്കുന്നതായി മാറുകയും ചെയ്യുമ്പോൾ അതും ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ രണ്ടിനെയും കൂടെ ഒരു ഡൈവേർഷന് കിട്ടിയ ഒരു സന്ദർഭമാണ്. രണ്ട് പിള്ളേര് തുണി കൊണ്ടുവന്ന് വീണ ജോർജിന്റെ നേരെ അടുത്തതും അവരെ പോലീസ് പൊങ്ങി പിടിച്ച് ദൂരെ കളഞ്ഞതും നമ്മൾ കണ്ടതാണ് വീഡിയോയിൽ. അത് കഴിഞ്ഞ് പാവം പോലെ നിന്ന പിന്നെ വീണ ജോർജ് പുലിയെ പോലെ ആക്രോശിച്ചുകൊണ്ട് പോലീസ് വലയത്തിനകത്ത് സുരക്ഷിതമായി നിന്നുകൊണ്ട് വിപ്ലവകാരിയായതെന്ന് നമ്മൾ കണ്ടത്, വെല്ലുവിളിയൊക്കെ നടത്തിയത്. അതെ, ഞാൻ ഇത് ഓർക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ആര്യ രാജേന്ദ്രന്റെ ഒരു ബസ് ഡ്രൈവറുമായി യദുവായിട്ടുള്ള ഒരു സംഘടന, അതാണ് പെട്ടെന്ന് ഓർമ്മ. അന്ന് റോഡിൽ വയലന്റായി ഞാനൊരു വിപ്ലവകാരിയാണെന്ന് തെളിയിക്കാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ച് അവസാനം സീറോ ആയി പോയ ഒരവസ്ഥയിൽ ഇപ്പോ വീണ ജോർജ് വന്ന് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫ്ലക്സ് പോലും വെച്ചില്ല. ആര്യയുടെ പടം ഒരിടത്തും വരാതിരിക്കാൻ CPM നിതാന്ത ജാഗ്രത പുലർത്തി. അത് കാണിക്കുന്നത് നമ്മൾ ചില ഷോകൾ നമുക്ക് തിരിച്ചടിക്കും, ബാക്ക് ഫയർ ചെയ്യും. ഇതിന്റെ കാരണം നമ്മൾ നിൽക്കുന്ന തറയുമായി നമുക്ക് ബന്ധം വേണം. ഇപ്പോഴത്തെ പല രാഷ്ട്രീയക്കാർക്കും അതില്ല. പണ്ടത്തെ CPM നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന ഗുണം അതാണ്. അവർക്ക് നിൽക്കുന്ന തറ പ്ലാറ്റ്ഫോം നല്ല ബലമുള്ളതല്ല, അറിയാം ഇവിടുത്തെ ചുമട്ടുതൊഴിലാളി എന്ത് ചിന്തിക്കുന്നു, കർഷക തൊഴിലാളി എന്ത് ചിന്തിക്കുന്നു, സർക്കാർ ജീവനക്കാരൻ എന്ത് ചിന്തിക്കുന്നു, അധ്യാപകൻ എന്ത് ചിന്തിക്കുന്നു, എല്ലാ മേഖലയിലുള്ള ആൾക്കാരെ മേഖലയിൽ അവരിങ്ങനെ മത്സ്യം ജലത്തിലെന്ന പോലെ നടക്കുമായിരുന്നു. സഞ്ചരിച്ച് പല അഭിപ്രായങ്ങളും കൃത്യമായിട്ട് സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ 10 വർഷത്തെ ഭരണം വന്നപ്പം പാർട്ടിക്കാരൊക്കെ ഒരുപാട് അകന്നുപോയി. അല്ല സാർ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് കേട്ട ഒരു കാര്യം പറയാം. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് CPM അവരുടെ മീറ്റിംഗൊക്കെ കൂടി ഒരു മണ്ഡലത്തിൽ, ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ വരെ നമുക്ക് എത്ര വോട്ട് കിട്ടും, കൃത്യം കണക്കാണ്. അതിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. ചിലപ്പോൾ ഒരു 10 വോട്ട് കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ഒരു 10 വോട്ട് കൂടുതലായിരിക്കാം. എന്നാൽ അതിനോടടുക്കാത്ത ഒരു വലിയ വിടവ് അതിൽ വരികയേയില്ല. കാരണം അവർക്കറിയാം, മനസ്സറിഞ്ഞാണ്. ഇപ്പോഴും ചുമ്മാ ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കലാണ്, മനസ്സിലായില്ലേ? പിന്നെ താഴെത്തട്ടിലുള്ളവരെ വളരെ കൊച്ചാക്കുന്നു അവർക്കും പരാതിയുണ്ട്. പല സഖാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് പറഞ്ഞത് 100% ശരിയാണ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന അവസ്ഥ പാർട്ടിക്കകത്തുണ്ട്. സാർ, അത് മാത്രം അല്ലല്ലോ, ഒരു ഇമേജ് ബിൽഡിംഗ് ഇല്ലേ? അതായത് ഈ അണികൾക്കും താഴെത്തട്ടിലുള്ള നേതാക്കൾക്കുമൊക്കെ ഉപരിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ ഇമേജായിട്ട് ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് മറ്റൊരു നാടകം, മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം. അത് തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞ നാടകം കൊണ്ട് ഒരു കസർത്ത് തന്നെ നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട 2 വകുപ്പുകളിൽ ഒന്ന് ഞാൻ പറഞ്ഞ ആരോഗ്യവകുപ്പ്, രണ്ടാമത്തെ വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും പെട്ടെന്ന് നീതി കിട്ടുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് കോടതിയല്ല, ആഭ്യന്തര വകുപ്പാണ്. അവിടുത്തെ കോൺസ്റ്റബിൾ ആണ്, SI ആണ്. പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഒരു മിനി കോടതിയാണ് എന്ന് പറയാം. നമ്മുടെ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയല്ലോ പോലീസുകാരന്റെ, കുറച്ച് നാൾ മുമ്പേ. ആ പോലീസ് SIയുടെ പവറും അയാൾ നീതി നടപ്പിലാക്കുന്നതുമാണ് സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ കോടതിയോ ഹൈക്കോടതി അതൊക്കെ പിന്നീട് പിന്നെ വർഷങ്ങൾ എടുത്ത് ഒരു നീതിയുടെ കണികയാണ് ഇന്ന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെയല്ല, വൈകില്ല. ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. ഒരു SI എനിക്കൊരു ഉപകാരം ചെയ്താൽ അത് മറക്കില്ല. തീർച്ചയായിട്ടും. ഒരു അതിരുതർക്കം, ഒരു കല്ല് ഒരുത്തം മാറ്റിയിട്ടു, SI ഒന്ന് പറയുകയാണ്, ഇതിവിടെ അല്ലല്ലോ കിടന്നിരുന്നത്, ഇത് മാറിയാണല്ലോ കിട്ടിരിക്കുന്നത്, അത് പറ്റില്ല, രണ്ടുപേരും അവിടെ വാ, രേഖകളൊക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഒത്തീർപ്പാക്കി എഴുതി ഒപ്പിട്ട് വെച്ച് വിട്ടു. 2 കൂട്ടർക്കും ആശ്വാസമാണ്. ഇതില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിന് പകരം ഇപ്പൊ കോടതി പൊക്കോളാനാണ് പറയുന്നത്. കോടതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ SIമാരൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. നിങ്ങൾ കോടതി പൊക്കോളാൻ പറയുന്നത്. കാരണം ഇടപെട്ട അവന്റെ തൊപ്പി തെറിക്കും.
അതെ. പല സബ് ഇൻസ്പെക്ടർമാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും പറയുന്നത്, സാർ എൻ്റെ ഈ തൊപ്പിയും ഈ ഉടുപ്പും കസേരയും മാത്രമേ എനിക്കുള്ളൂ, തീരുമാനങ്ങൾ എൻ്റേതല്ല. ഒരുതരം സെൽഫ് ഭരണം പഴയ കാലത്തെ. അത് ചിലപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഒരു സഖാവിൻ്റെതായിരിക്കും, ചിലപ്പോൾ മോളിൽ നിന്ന് വരുന്ന ഒരു നേതാവിൻ്റെതായിരിക്കും, MLA യുടെ ആയിരിക്കും. അപ്പൊ MLA തീരുമാനിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ MLAക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ലല്ലോ. നമ്മുടെ ആളെ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും MLA ഫോൺ ചെയ്യുന്നത്. അപ്പൊ സാർ, ഈ ശരിക്കും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ നാടകമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ. അത് ഒരു ഭരണവിരുദ്ധ വികാരമായി അലയടിക്കുന്നുണ്ട്. സാധാരണ സാറെ പണ്ട് അതിനെ കവർ ചെയ്യണമെങ്കിൽ ഒരു നാടകം വേണം. അപ്പൊ സാധാരണഗതിയിൽ ഈ പൊളിറ്റിക്സിൽ 4 തിയറികൾ പറയും. ഒന്ന് ഡൈവേർട്ട് അറ്റൻഷൻ, അതാണ് ജനശ്രദ്ധ തിരിച്ചുവിടുക. അപ്പൊ വീണ ജോർജിന് പരിക്കേറ്റു, അവര് ഗുരുതരാവസ്ഥയിൽ, അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പം കേസുകാരൊന്ന് ഇതാവും, കോൺഗ്രസ് ഒന്ന് പ്രതിരോധത്തിലാവും, ആ ജാഥയുടെ വീര്യം കുറയും. അപ്പം ട്രക്കെന്ന് ആ ഡൈവേർട്ട് അറ്റൻഷൻ വഴി പറ്റുക. പിന്നൊന്ന് ഡിവൈഡ് ആൻഡ് റൂളാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുക. അയ്യപ്പൻ സംഗമം, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകെട്ട്, പാലസ്തീൻ, അല്ലെങ്കിൽ അതുപോലത്തെ വിഷയങ്ങൾ. നമുക്കിവിടെ കേരളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പലസ്തീനും. അതെ. അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയും ഇല്ല. ശരിക്കും അവിടെ വേണ്ടത് അവിടെ വരുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടത്. കൃത്യമായിട്ട് അതിന് പകരം 3000 പേരെ ലോകത്തുനിന്ന് മുഴുവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് 300 പേരും ഇല്ലാത്ത അവസ്ഥ വന്ന് ഒരു അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ യുവതീ പ്രവേശനം ഭിന്നിപ്പിച്ചു വരിക. അതെ, യുവതീ പ്രവേശനത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ നവോത്ഥാന നായകന്മാരും അതുപോലെ തന്നെ യുവാക്കളും യുവതികളും എല്ലാം നമ്മളോടൊപ്പം നിൽക്കും. ആരും നിന്നില്ല. പിന്നെ മുസ്ലിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും, കാരണം ഹിന്ദുവിനുള്ള അടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ആരും നിന്നില്ല. മുസ്ലിം ലീഗ് പോലും നിന്നില്ല, PDP പോലും നിന്നില്ല, ജമാഅത്തെ പോലും നിന്നില്ല, ജമാഅത്തെ ഇസ്ലാമി പോലും പറഞ്ഞ് തെറ്റാണെന്ന്. അതല്ലേ കുഴപ്പമായത്. കാരണം അവർക്ക് പേടിയുണ്ട് നാളെ കുറച്ച് പാർട്ടിക്കാരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ പർദ്ദയിട്ട ചില സ്ത്രീകളെയൊക്കെ വനിതാ മതിലിൽ അണിനിരത്തിയെങ്കിലും മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായ നിസ്സഹരണം മാത്രമല്ല, അവരെ എതിർക്കുകയും ചെയ്തു. കാരണം അവർക്ക് പേടിയുണ്ട്, നാളെ ഇത് പള്ളിയിൽ സാധനം പറഞ്ഞുകൊണ്ട് വരുമെന്ന് അവർക്ക് പേടിയുണ്ട്. അതെ. അപ്പൊ അവരിത്തരം അതൊക്കെ മതപരമായ കാര്യങ്ങളും അവരവരുടെ മതിയെന്നായിരുന്നു ലീഗിന്റെയും മറ്റു ആൾക്കാരുടെയൊക്കെ ചിന്താഗതി. അപ്പം ഇതെല്ലാം പൊളിഞ്ഞു പോയി. അപ്പൊ ഡിവിസീവ് ആയിട്ടുള്ള ഡൈവേർട്ടിങ് അറ്റൻഷൻ പൊളിഞ്ഞു പോയി, ഡിവിഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പൊളിഞ്ഞു പോകുന്നു. പിന്നെ ഫ്രീഡീസാണ്, സൗജന്യങ്ങൾ. അപ്പൊ ഈ സൗജന്യങ്ങൾ ഇപ്പം പിന്നെ 65 ലക്ഷം പേർക്ക് പെൻഷൻ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കുമ്പോൾ 11 ലക്ഷം അവരുടെ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുമായ ഒരു 10-50 ലക്ഷം പേർക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഗുണം ചെയ്യാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതൊക്കും മേലെ എന്ന് പറഞ്ഞാൽ ഈ അപമാനങ്ങളും അവമതിപ്പും വന്ന് വയറ്റിൽ കത്രിക, നെഞ്ചിൽ പാര, തലയിൽ കോടാലി എന്നൊക്കെ പറഞ്ഞ് വരുമ്പം ആശുപത്രി തന്നെ ആളുകൾ ഭയക്കുകയാണ്. ഇപ്പം സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ വിശ്വസിച്ച് പോകാൻ പറ്റില്ല. ട്രാൻസ്ഫോമറില് കൈ വെക്കുന്ന പോലെയാണ്, അസ്ഥി കൂടവും എല്ലും ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ആളുകൾക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭയങ്കരമായ തിരിച്ചടികൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകും. അപ്പൊ അതിനെ കവർ ചെയ്യാൻ റീൽസ് വരിക, പിന്നെ ഡ്രാമ കളിക്കുക, ഇതൊക്കെ ഭയങ്കര കുഴപ്പം ചെയ്യും. അഭിമുഖങ്ങൾ സംഘടിപ്പിക്കുക, കഴുത്തുളുക്കൽ നാടകം. അതെ, കഴുത്തുളുക്കൽ നാടകം. കഴുത്ത് ഉളുക്കിയെന്നല്ല, കഴുത്ത് പിടിച്ച് തിരിച്ച് ഓടിച്ചു എന്നൊക്കെയാണ് ഗോവിന്ദമാഷ് തന്നെ പറയുന്നത്. അപ്പം പിന്നെ അതിന്റെ ഈ നേതാക്കന്മാർക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കാൻ. പഴയ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാട് പട്ടാമ്പിയിൽ മത്സരിക്കുന്നു, അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്നേ എഴുതുള്ളൂ. EMSന്റെ പടം പോലും കാണില്ല. EMS വേണ്ട, ഇന്നലെ കാൻഡിഡേറ്റ് ആയ ആൾ പോലും അങ്ങനെയാണ് വിളിക്കുന്നത്. CPM-ന് വോട്ട് ചെയ്യുക, അരിവാൾ ചുറ്റിയ നക്ഷത്രം, അല്ലെങ്കിൽ അതരിവാൾ നെൽക്കരി XYZ എന്നാണ് വെച്ചിരുന്നത്. ഇത് എനിക്കൊന്ന് 1996 ശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഈ ഫ്ലെക്സ് സംവിധാനങ്ങൾ, തെങ്ങിന്റെ പൊക്കമുള്ള ഫ്ലെക്സ് വെക്കുന്നതും അതൊക്കെ വന്നത് അതിനുശേഷം. ഈ ഇമേജ് ബിൽഡിംഗ് ഉണ്ടായത്, ഇമേജ് ബിൽഡിങ്ങിന്റെ ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസ് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റും ലോങ് ടൈം ലോസും വരുന്ന ഈ നാടകങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന തിരക്കഥകളാണ്. അതാണ് ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയോ, ഇമ്മീഡിയറ്റ് ബെനിഫിറ്റും ലോങ് ടൈം ലോസും ആയിരിക്കും. ഇപ്പൊ കിട്ടിയ കാർപ്പണം, പിന്നെ പോകുന്നത് മുക്കാപ്പണം. ഈ കളിയാണ് ജോൺ ബ്രിട്ടാസിന്റെ കളികൾ പലത്. LDF വരും, എല്ലാം ശരിയാകും. അതെ,
പക്ഷേ LDF വന്നു, എല്ലാം തകർന്നു എന്നൊരവസ്ഥയിലേക്ക്. ഇപ്പം LDF വന്നു, പക്ഷെ പാർട്ടി തകർന്നു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കെട്ടുറപ്പിന് വലിയ പ്രശ്നം വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ CPM-കാരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നത് ആലോചിക്കാൻ പറ്റൂ. അതിനപ്പുറം BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്ന അത് ഒട്ടും ആലോചിക്കാൻ പറ്റും. മറ്റത് പിന്നെ നമുക്ക് എങ്ങനെ അതും പാടാണ്. കാരണം പണ്ടും കോൺഗ്രസ്സുകാരിൽ അധികം പോകാറില്ല. അങ്ങനെ പോയാലും വർഗവഞ്ചകൻ പറഞ്ഞ അവര് മുദ്ര കുത്തി അവനെ തോപ്പിച്ച് കുളമാക്കി വിടുന്നതാണ്. പക്ഷെ ഇപ്പം വ്യാപകമാകുന്നു എന്നുള്ളതാണ്. താഴെത്തട്ട് മുതൽ ലോക്കൽ ഏരിയ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന ഘടകം വരെ, സംസ്ഥാന നേതാവായിരിക്കുന്ന ആൾ 3-4 പ്രാവശ്യം MLA ആയിരിക്കുന്ന ആളൊക്കെ പാർട്ടി മാറി പോവുക, എന്നിട്ട് പാർട്ടിയെ കൊഞ്ഞനെ കുത്തി പറയുക. അല്ല, അത് സാറ് പറഞ്ഞ ശരിയാണ്. CPM-ന് ഏറ്റവും വലിയ, അതുകൊണ്ടാണ് അവരത് ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. രാജേന്ദ്രൻ മൂന്നാർ ദേവികുളത്ത് രാജേന്ദ്രൻ BJP പോയത് അവരെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടാണ്. പക്ഷെ അവര് മിണ്ടുന്നില്ല. അത് ചർച്ച പോലും ചെയ്യാതെ ഇങ്ങനെ. അതെ, കണ്ണൂര് പാർട്ടി ഫണ്ടിനെ സംബന്ധിച്ച് പുസ്തകം ഇറക്കിയ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നടപടി എന്ന് പറയുന്നത് പാർട്ടിയെ അടിമുടി ഉലയ്ക്കുന്ന ഒരു സംഗതിയാണ്. വിശ്വാസമുള്ള പാർട്ടി പ്രവർത്തകൻ. പിന്നെ ഉദരനിമിത്തം ബഹിർകൃത വേഷം എന്ന് പറഞ്ഞ് CPM-ന്റെ കൊടി പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അവര് ഈ ഉദരം നിമിത്തം ഉള്ളത് കിട്ടാതെ വരുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അതാണ് പ്രശ്നം. മറ്റേതൊക്കെയാണെങ്കിൽ എന്നും നിൽക്കും. ഭരണത്തും പ്രതിപക്ഷത്തും അടിയന്തരാവസ്ഥ കാലത്തും ഒക്കെ പാർട്ടി കൊടി പിടിച്ച് നിൽക്കുന്ന കുറെ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ വേറെ ഒന്നും നോക്കിയിട്ടില്ല. മരിച്ച പുഷ്പൻ എങ്ങനെയായിരുന്നു? വെടിവെക്കുമെന്ന് പറഞ്ഞപ്പം നടുക്ക് നിന്ന പുഷ്പൻ മുന്നിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. എന്നിട്ട് സ്വയം വെടിയേറ്റു. അങ്ങനത്തെ ഒരുപാട് പേര് ഈ സംഘടനയിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അതൊക്കെ കുറഞ്ഞു വന്ന് അവരൊക്കെ നോർമലൈസ് ചെയ്ത് പോകുന്നു. അതിലൊരാളാണ് കുഞ്ഞികൃഷ്ണനെ പോലുള്ളവരൊക്കെ. ഇതുപോലത്തെ പല ഇതും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാടകങ്ങൾ കാണിക്കുന്നത്. ഈ നാടകങ്ങളൊന്നും ഇല്ലാതെ CPM നേരെ ചൊവ്വേ LDF ജനങ്ങളെ നേരിട്ടാൽ, ജനങ്ങളെ സമീപിച്ചാൽ മാന്യമായ ഒരു നില അവർക്കുണ്ടാകുമെന്ന് തന്നെ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാലേ പണ്ടത്തെ പോലല്ല. പണ്ടാണെങ്കിൽ ഒരു 2006 വരെ, ഈവൻ 2010 വരെയും ഒരു 2% വോട്ടിന്റെ വ്യത്യാസത്തിന് 2011 ഇലക്ഷനിൽ പോലും നമ്മൾ അങ്ങനെയായിരുന്നു. അതായത് ഒരു 2% വോട്ട് അങ്ങോട്ടും 1% കൊണ്ടാണ് ഭരണം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മറ്റേ ആളിന് ഭരണം കിട്ടാൻ 1% വോട്ട് മതി. സീറ്റുകൾ ചിലപ്പം 10-15 ഒക്കെ വ്യത്യാസം വരും. ഇപ്പൊ അത് നടക്കില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക. BJP ഒരു 20% വരെ പിടിക്കാൻ തുടങ്ങിയതോടെ കളി മാറി. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ 20%വും കോൺഗ്രസിന്റെ ഇതും കൂടെ ചേർത്ത വോട്ട് ഒന്നിച്ച് കിട്ടിയാലേ പലപ്പോഴും ഭരണവിരുദ്ധ വികാരത്തിന്റെ ദോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ, CPM-ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 34% കൊണ്ട് തന്നെ അവർ മിക്കവാറും 34, 35, 36% കൊണ്ട് 90 സീറ്റ് വരെ 99 സീറ്റ് വരെ പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും BJP-യും കോൺഗ്രസും രണ്ടായിട്ട് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും LDF-ന് സ്കോപ്പുള്ള സമയമാണ്. എന്നിട്ട് എന്തിനാണ് ഈ നാടകം എന്നാണ് മനസ്സിലാക്കാത്തത്. റിയൽ ആയിട്ട് ജനങ്ങളെ ഫേസ് ചെയ്താൽ എന്താ കുഴപ്പം? ഈ ശക്തമായ ത്രികോണ മത്സരം LDF-ന് ഗുണം ചെയ്തേനെ, തീർച്ചയായിട്ടും ഗുണം ചെയ്തേനെ. പക്ഷെ ഈ കളിച്ച് ഞാൻ പറഞ്ഞില്ലേ, നുണ പറഞ്ഞ് ജനങ്ങൾ സത്യം പറഞ്ഞാലും വിശ്വസിക്കാതാവും അവസ്ഥയായി. തന്ന ബെനിഫിറ്റുകൾ അവർ മറന്നുപോയി. ഒരുപാട് ബെനിഫിറ്റ് കൊടുത്തു. ഒരുപാട് ഫ്രീ ബീസ് ഉണ്ടായിരുന്നു. റോഡുകളൊക്കെ പലയിടത്തും നന്നാക്കി. പക്ഷെ അത് ഇപ്പം നിലച്ചു പോകുന്ന അവസ്ഥയാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ തനതായ ശൈലിയിലേക്ക് മടങ്ങി വന്നാൽ അവർക്ക്, കാരണം അതിന് ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. നമ്മളിപ്പോ കോൺഗ്രസ് വളരെ റിഫൈൻഡ് ആയിരിക്കുന്നുള്ളൂ. അവരിപ്പോ VD സതീശനും രമേശ് ചെന്നിത്തല ഒന്നും വലിയ ഡ്രാമ ഒന്നും കാണിക്കാറില്ല. അവരാണ് ഈ ഡ്രാമ ഭയങ്കര ഡ്രാമകളൊക്കെ കാണിച്ചത്. ഇപ്പൊ അവരൊക്കെ വളരെ VD സതീശൻ പറഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി, യവന്മാരെ കവട ഗാന്ധിയന്മാരുമായി. അല്ല, പണ്ട് സാർ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് കല്ലെറിഞ്ഞു. അന്ന് എല്ലാവരും ഇടതുപക്ഷം പറഞ്ഞത് ഇത് വലിയ തട്ടിപ്പാണെന്നാണ് പറഞ്ഞത്. അന്ന് പുള്ളി ഷർട്ട് തുറന്ന് ബട്ടൺസ് മാറ്റി കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. നെറ്റിയിലെ സൈഡിലൊക്കെ ചോര പൊടിഞ്ഞിരിക്കുന്നത് കളരം കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇറ്റിറ്റ് വീഴുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കാരും പ്രകോപനം ഉണ്ടാക്കരുത്. ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹം. പോലീസ് ആർക്കുമെതിരെ ഒരു പ്രതികാര നടപടി എടുക്കരുത്, ലാത്തിച്ചാർജും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാനങ്ങ് പോട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ഇത്രയും പറ്റിയെന്നപ്പോ ആളങ്ങ് മാറി അദ്ദേഹം പോവുകയും ചെയ്തു.
ഇത് ഒരെന്നല്ല, ഞാൻ കണ്ട ഏറ്റവും വലിയ മോശമായ ഒരു നാടകം എന്ന് പറയുന്നത് ശിവദാസ മേനോൻ 70 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സോളം ഉള്ളപ്പോൾ ലാത്തിയടിയേറ്റ് വീണ് കിടക്കുമ്പോൾ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു പാലക്കാട്. അദ്ദേഹം അന്ന് MP അല്ലാതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മടിയിൽ ഈ ശിവദാസ മേനോനെ കിടത്തിയിട്ട് ഈ പൊട്ടിയ തലയിൽ നിന്ന് ഒഴുകുന്ന ചോര നിങ്ങൾ ഈ പിന്നെ താടിയിൽ തടവുകയാണ്, അയാളുടെ കറുത്ത താടിയിൽ. എന്നുവെച്ചാൽ ഇയാളുടെ എല്ലും പൊട്ടി, കവള താടിയല്ലോ എന്തോ പൊട്ടി ചോര വലിക്കുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വലിയ വിമർശനമായതാണ്. അന്ന് ഇതുപോലത്തെ നാടകങ്ങൾ ചില സമയത്ത് കാണിക്കും. അത് ഇതുപോലെ തന്നെയാണ്, ക്ലോസപ്പിൽ തിരിച്ചടി കിട്ടുകയും ചെയ്യും. അതൊക്കെ അതോടെ ആ നേതാവിന്റെ ആ ഒരു കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡിവൈഎഫ്ഐയിലൂടെ വളർന്നു വന്ന നല്ല നേതാവാണെന്നുള്ള ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ നശിച്ചുപോയി. കാരണം ഇത്രയും പ്രായമായ ഒരാള്, ശിവദാസ മേനോനെ പോലുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ തല പൊട്ടുമ്പോൾ അത് ഒന്നുകിൽ പൊത്തിവെച്ച് ബ്ലീഡിങ് ഇല്ലാതാക്കാൻ നോക്കുക, കുറച്ചാക്കാൻ നോക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതിന് പകരം അവിടെ മറ്റൊരു നാടകം ഇങ്ങനെ ചുവന്ന താടി, കറുത്ത താടി, ഈ പറഞ്ഞതുപോലെ മറ്റേ സിനിമയിൽ ഒരു ശവശരീരം, മൃതദേഹം ഞങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുണ്ടല്ലോ, അതുപോലെ ഇപ്പോ സിനിമകൾ നമ്മുടെ നിത്യജീവിതത്തിലെ രാഷ്ട്രീയമായി മാറുന്നു. വലിയ കഷ്ടം. സിനിമാ താരങ്ങൾ വന്ന് വേണം പിന്നെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇമേജ് ഉണ്ടാക്കാൻ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജെൻസി പിള്ളേരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതെ, വേടന്റെ പരിപാടി കാണാനായിട്ട് അപ്പം പാർട്ടിക്ക് ആൾക്കൂട്ടം വേണമല്ലോ, മീറ്റിങ്ങുകൾക്കെല്ലാം ആൾക്കൂട്ടം വേണമല്ലോ. അപ്പൊ കണ്ടുപിടിച്ച ബുദ്ധിയാണ് വേടന്റെ പാട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പൊ ഇടുക്കിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു വേടൻ വരാൻ താമസിച്ചു. അപ്പൊ ഈ പിള്ളേർ പറയുകയാണ്, ഞങ്ങൾ വേടനെ കാണാനാണ്, വേടനെ ഇപ്പൊ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കട്ട് ചെയ്തിറങ്ങിയതാണ്, സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് വന്നതാണ്, ഞങ്ങൾക്ക് ഈ നേതാക്കളെ ഒന്നും കാണണ്ട, ഞങ്ങൾക്ക് വേടനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വെള്ളം വയ്ക്കുന്നു. അപ്പൊ റിയാലിറ്റി അതാണ്. ഈ ഷോകൾ കൊണ്ടൊന്നും സിനിമാ നടനിൽ വന്ന് ഇന്റർവ്യൂ ചെയ്താലോ സിനിമാ നടനിൽ വന്ന് സ്റ്റേജിൽ ഇരുന്നാലോ ആള് കൂടും, അത് കാണാനും ആള് കൂടും. പക്ഷെ അതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമാവില്ല. രാഷ്ട്രീയപരമായി ഒരു വോട്ട് പോലും അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് സംശയമാണെന്നുള്ളതാണ് ഈ പിള്ളേരെ കാണിക്കുന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു നാടകവും ജനങ്ങളുടെ മുന്നിൽ വിജയിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, പിന്നെ ടെലിവിഷൻ ചാനലുകൾ, ഇതൊക്കെ വളരെ കണ്ണും കാതും തുറന്നിരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ എല്ലാം ഏറ്റവും വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ പിന്നെ വോട്ടറും ഒരു ജേർണലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നാടകങ്ങൾക്ക് അറുതി വരുത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല, എല്ലാ പാർട്ടിക്കാരും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുക, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക, അവരെ ബോധ്യപ്പെടുത്തുക, വോട്ട് കിട്ടുമെങ്കിൽ വാങ്ങുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ വോട്ട് കിട്ടും. അതിന്റെ ഉദാഹരണമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് എന്ത് ബാഡ് ഇമേജുകൾ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ എന്തെല്ലാം നരാധമനെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പോലും വിളിച്ചത്, അമേരിക്ക പോലും പറഞ്ഞതാണ്. വിസ കൊടുത്തില്ല. ഇന്നിപ്പോ മോദി എന്ന് വിളിച്ചോണ്ടിരിക്കുക, ഇങ്ങോട്ട് വരണം. ഇസ്രായേലിൽ ചെന്നപ്പം അവർ കൈയടി നിർത്തുന്നില്ല. മോദി വിചാരിച്ചിട്ട് നിർത്തുന്നില്ല, തൊഴുത് നിർത്തിക്കോ എന്നിട്ട് നിർത്തുന്നില്ല, പിന്നെ അടിച്ചോണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിങ് ഒവേഷൻ. അപ്പം നല്ലത് ചെയ്താൽ ഏത് ദുഷ്പ്രചരണമുള്ള ഒരു ദുർഭൂതമാണെന്ന ആളെ പറഞ്ഞ ആളും ചിലപ്പോൾ സദ്ഭൂതമാണെന്ന്, സദ്ദൈവമാണെന്ന് ജനങ്ങൾ. നമുക്ക് അടുത്ത നാടകത്തിനായിട്ട് കാത്തിരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.